ഗുരുഗാന്ധി സമാഗമത്തിന്റെ 100ാമത് ശതാബ്ദി ആഘോഷങ്ങൾക്ക് നാളെ കൊല്ലം ആശ്രാമം മൈതാനം വേദിയാവുകയാണ്. രാഹുൽ ഗാന്ധി ഉദ്ഘാടകനായി എത്തുന്ന ചടങ്ങ് ശിവഗിരി മഠവും AICCയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ ചടങ്ങിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങൾ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ നൽകാൻ സാധിക്കുന്ന ഒന്നാണ്. ആയിരക്കണക്കിന് ശ്രീനാരായണീയ ഭക്തരെയും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരെയും പ്രതീക്ഷിക്കുന്ന ഈ ചടങ്ങിന് വേണ്ടി വലിയ ഒരുക്കങ്ങളാണ് കൊല്ലം ആശ്രാമം മൈതാനത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. 1925 മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സംഗമം ശിവഗിരിയിൽ നടക്കുന്നത്. 100 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതൊരു ചരിത്ര സംഭവമായിരുന്നു. ആത്മീയ രംഗത്തും നവോത്ഥാന രംഗത്തും തിളങ്ങി നിന്ന ഗുരുദേവൻ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ലോക ചരിത്രത്തിൽ ആദ്യമായി അഹിംസാത്മക സമരം നടത്തി സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധി അവരുടെ സംഗമം ഒരു ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻ്റ് ആയിരുന്നു. അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന പുതിയ തലമുറയ്ക്കൊരു ആവേശമാണത്. അതുമായി ബന്ധപ്പെട്ട് നാളെ ആശ്രാമം മൈതാനത്ത് രാഹുൽ ഗാന്ധി എത്തുകയാണ്. ശിവഗിരി മഠത്തെ പ്രതിനിധീകരിച്ച് മഠത്തിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരും എത്തുകയാണ്. എല്ലാ ജാതി മതത്തിലും പെട്ട ക്രിസ്ത്യൻ സമുദായത്തിലെ, മുസ്ലിം സമുദായത്തിലെ, ഹിന്ദു സമുദായത്തിലെ എല്ലാ പ്രബുദ്ധരായ ആളുകളും നാളെ ഈ സമ്മേളനം ഇതൊരു സർവ്വമത സമ്മേളനമായി മാറുകയാണ്. ഇതൊരു കോൺഗ്രസ് സമ്മേളനമല്ല. അതുകൊണ്ട് തന്നെ 100 വർഷക്കാലത്തിന് മുമ്പാണെന്ന് ചരിത്ര സംഭവത്തിൻ്റെ ഒരു ആവർത്തനമായി ഇത് മാറുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളതിനെ അങ്ങനെ കാണുന്നു. മഹാത്മാഗാന്ധിയുടെ അടുത്ത തലമുറ എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് എത്തുന്നത്. നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവനും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും തമ്മിൽ ശിവഗിരി മഠത്തിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായ കൂടിക്കാഴ്ചയുടെ ശതാബ്ദി വിപുലമായ പരിപാടികളോടെ കൊല്ലത്ത് നാളെ നടക്കും. രാവിലെ 9-ന് കൊല്ലം ആശ്രാമം മൈതാനത്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശതാബ്ദി സ്മാരക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തെക്കൻ ജില്ലകളിൽ നിന്നായി 30,000-ത്തിലധികം പേർ പങ്കെടുക്കും. ഗുരുഗാന്ധി സമാഗമത്തിന്റെ 100ാമത് ശതാബ്ദി ആഘോഷങ്ങൾക്ക് വലിയ ഒരുക്കങ്ങൾ ആശ്രമം മൈതാനത്ത് നടക്കുകയാണ്. ഇതിന്റെ കെച്ചുക്കാൻ പിടിച്ചുകൊണ്ട് PC വിശ്വനാഥ് MLA നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി? രാഷ്ട്രീയ പ്രസക്തിയേക്കാൾ സാമൂഹ്യ പ്രസക്തിയാണ്. ഗുരുദേവൻ 100 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് പറഞ്ഞ ആ ദർശനങ്ങൾക്ക് ഇന്നും ലോകത്ത് പ്രസക്തിയുണ്ട്. കാരണം ഇന്ന് സംഘർഷങ്ങളുടെയും പരസ്പരമുള്ള വിദ്വേഷങ്ങളുടെയും എല്ലാം കാലത്താണ് ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഗുരുദേവ ദർശനങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. ഗുരുദേവ ദർശനങ്ങളുടെ പ്രത്യേകത അത് എല്ലാവരെയും ഒരുമിപ്പിക്കുന്നു എന്നുള്ളതാണ്. മഹാത്മാഗാന്ധിയുടെ പോലും കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ച കൂടിക്കാഴ്ചയാണ് 1925 മാർച്ച് 12-ാം തീയതി ശിവഗിരി മഠത്തിൽ വെച്ച് നടന്ന ആ കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ച 100 വർഷം കഴിയുമ്പോൾ അത് ആഘോഷിക്കപ്പെടുകയാണ്. അത് ആഘോഷിക്കപ്പെടേണ്ടതാണ്. കാരണം പുതിയ തലമുറയിലേക്ക് കൂടി എത്തണ്ടേ. ഇതൊരു രാഷ്ട്രീയ പരിപാടിയേ അല്ല. ശിവഗിരി മഠവും ശ്രീ രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായി നടത്തുന്നു. സർവമത സമ്മേളനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു കൂടിവരവാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തുന്ന ഒരു സോഷ്യൽ മൂവ്മെൻ്റ് ഉണ്ട്. അതെന്ന് വെച്ചാൽ എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ഭാരത് ജോഡോ എന്ന് പറഞ്ഞത് തന്നെ എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ചേർത്ത് നിർത്തലിൻ്റെ ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കൂടെയുള്ളതാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, ഈ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. വിദ്വേഷത്തിന് അവിടെ യാതൊരു സ്ഥാനവുമില്ല. എല്ലാവരും ഒരുമിപ്പിക്കുന്ന, എല്ലാവരും ഒന്നിക്കണം, എല്ലാവരും സ്നേഹിക്കണം എന്ന് പറയുന്ന ഒരു ശ്രീനാരായണ ഗുരു ദർശനത്തെ ഓർക്കുന്ന ഒരു സമ്മേളനം എന്തുകൊണ്ടും ഉദ്ഘാടനം ചെയ്യാൻ അർഹന് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. KPCC, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, ശിവഗിരി മഠം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടക്കുന്നത്. രാവിലെ 9-ന് ഗുരുവന്ദനം നടക്കും. തുടർന്ന് സർവമത സമ്മേളനവും ഗുരു ഗാന്ധിജി കൂടിക്കാഴ്ച സംബന്ധിച്ച പരിപാടികളും അരങ്ങേറും. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളും മഹാത്മാഗാന്ധിജിയുമായി ഈ ശിവഗിരിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയുടെ 100ാമത് ശതാബ്ദി ആഘോഷമാണല്ലോ നാം ഇവിടെ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. ശ്രീനാരായണ പ്രസ്ഥാനത്തിന് ഈ ചടങ്ങ് നടത്താൻ ഏറ്റവും അർഹതയുള്ളതും യോഗ്യതയുള്ളതുമായിരിക്കുന്ന പ്രസ്ഥാനം രാഹുൽ ഗാന്ധി വിഭാവനം ചെയ്യുന്ന പ്രസ്ഥാനം തന്നെയാണ് എന്നുള്ളതാണ് ശിവഗിരി മഠത്തിൻ്റെ ഉറച്ച തീരുമാനം. മറ്റൊരു പ്രസ്ഥാനവും ഇങ്ങനെ ശ്രീനാരായണ ഗുരു ഗാന്ധി സമാഗമ സമ്മേളനം നടത്തുവാൻ ഇതിലേക്ക് കടന്നു വരുമെന്ന് മഠത്തിന് കാഴ്ചപ്പാടുകൾ ഒന്നും തന്നെയില്ല. ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഒരു ചടങ്ങല്ല. കാരണം ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ വെച്ച് നടത്തിയ സമ്മേളനത്തിലാണ് ഇങ്ങനെയൊരു സമ്മേളനം
നമ്മൾ തീരുമാനിച്ചത്. അത് കേരളത്തിൻ്റെ സമസ്ത ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മതചിന്തകൾക്ക്, രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നിന്നുകൊണ്ട് ഇത് കൊല്ലം ആശ്രമ മൈതാനത്ത് നടത്തണമെന്ന് 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ നിശ്ചയിച്ച ഒരു ചടങ്ങാണ്. ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇലക്ഷനുമായി ഡിക്ലെയർ ചെയ്യാനുള്ള സമയം ആഗതമായത് എന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. ലോകത്തിന് വലിയ സന്ദേശങ്ങൾ നൽകിയ ഭാരതത്തിൽ നിന്നുള്ള 2 മഹാരഥന്മാർ അവർ സന്ധിച്ചതിൻ്റെ 100ാമത് ശതാബ്ദി ആഘോഷം. അപ്പോൾ ഇന്നിൻ്റെ കാലത്ത് ഇത് ജനങ്ങൾക്ക്, പൊതുജനത്തിന് നൽകുന്നൊരു സന്ദേശം എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന നാരായണ ഗുരുവിൻ്റെ ആപ്തവാക്യത്തെയാണ് ഇതിൽ കൂടി നമ്മൾ സമസ്ത ജനങ്ങളുടെയും മുന്നിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. സന്തോഷം. ഒരു വലിയ വേദിയാണ്, വലിയ പന്തലാണ്. ഇത് നിറയെ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതൊരു പുതിയ ഒരു സന്ദേശം നൽകിക്കൊണ്ടൊരു വലിയ ആഘോഷ ദിനങ്ങളായി മാറുമോ? ഈ പ്രോഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇത് ഗുരു ഗാന്ധി സമാഗമം മാത്രമല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ഭാരതത്തിൽ നിലനിൽക്കുന്നതായിരിക്കുന്ന സനാതനധർമ്മ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഈ മഹാസമ്മേളനത്തിൽ ഇസ്ലാം സമുദായത്തിൻ്റേതായിരിക്കുന്ന 35-ൽ പരം പണ്ഡിത ശ്രേഷ്ഠന്മാർ, ക്രൈസ്തവ സഭ എന്ന് പറയുമ്പോൾ 4 വിഭാഗങ്ങളായിട്ട് ക്രൈസ്തവ സഭയെ കാണുന്നുണ്ട് എങ്കിലും ആ 4 സഭകളുടെയും പരമാധ്യക്ഷന്മാർ, 35 പരമാധ്യക്ഷന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായ ഋഷിശ്രേഷ്ഠന്മാർ, 50-ൽ പരം ഋഷിശ്രേഷ്ഠന്മാരും ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായിരിക്കുന്ന മഹായതിപൂജ, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞ ഗുരുവന്ദനം എന്ന പരിപാടിയോട് കൂടിയിട്ടാണ് ഈ മഹാസമ്മേളനം ആരംഭിക്കുന്നത് തന്നെ. അതൊരു ചരിത്ര പ്രാധാന്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടി വിഭാവനം ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിച്ചു. എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇതിന് അതിഥികളായി എത്തുന്നു, ഉദ്ഘാടകനായി എത്തുന്നു? മതേതരത്വത്തിൻ്റെ ഒരു വലിയ സന്ദേശം കൂടി ഈ പരിപാടി ജനങ്ങളിലേക്ക് പകർന്നു നൽകുന്നുണ്ടെന്നാണ്. തീർച്ചയായിട്ടും അതാണല്ലോ ഇത് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. കാരണം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ആപ്തവാക്യത്തെയാണ് ഗാന്ധിജിയും ഗുരുവും ശിവഗിരിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ നാരായണ ഗുരുദേവ തൃപാദങ്ങൾ ഗുരുവുമായി സംഭാഷണം നടത്തുന്ന വേളയിൽ വർണ്ണവ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന് ഉദാഹരണ സഹിതം ഭഗവാന് അത് ബോധിപ്പിക്കുകയാണ്. ആരെ ഉണ്ടായത്? ഗാന്ധിജിയെ ബോധിപ്പിച്ച പശ്ചാത്തലം നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് തുടർന്ന് രാഷ്ട്രപിതാവിൻ്റേതായിരിക്കുന്ന ഇന്ത്യയിലുള്ള പ്രവർത്തനങ്ങൾ, ഭാരതത്തിൻ്റെ ധർമ്മത്തെ നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിച്ചത് എന്നും നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആയിരക്കണക്കിന് ശ്രീനാരായണീയ ഭക്തരും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഒക്കെ ഒഴുകി വരുന്ന കാഴ്ചയ്ക്ക് നാളെ കൊല്ലം ആശ്രമ മൈതാനം വേദിയാവുകയാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. സമ്മേളനത്തിന് മുന്നോടിയായി സജീവ് ജോസഫ് MLA നയിക്കുന്ന ഛായാചിത്ര ജാഥ, ഗുരുധർമ്മ പ്രചാരണ യുവജന സെക്രട്ടറി ആനന്ദ് നയിക്കുന്ന കൊടിമര പതാക ജാഥ, യുവജന ചെയർമാൻ രാജേഷ് സഹദേവൻ നയിക്കുന്ന ദീപശിഖ ജാഥ എന്നിവ ഇന്ന് വൈകിട്ട് ചിന്നക്കടയിൽ സംഗമിച്ച് സമ്മേളന സ്ഥലത്തേക്ക് നീങ്ങും.